ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കുർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കറുവപ്പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പൂട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചെറുവിയതും ഒരു 7-8 കാഷ്യൂ നട്ട്സും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു 7-8 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇനി ഗ്രേവി ഒന്ന് കുറുകി വരുമ്പം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി. ട്രൈ ചെയ്യണേ.